എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ട്രാവൽ വീഡിയോസ് അധികാരം കാണില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും എന്തെങ്കിലുമൊക്കെ യൂട്യൂബിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് വീഡിയോ കാണുന്നത്. നമ്മളിന്ന് പോകുന്നത് മാൾട്ടയിലെ അതിപ്രശസ്തമായ ബ്ലൂ ഗ്രോട്ടോ കാണാൻ വേണ്ടിയാണ്. ഈ യാത്ര ഇന്ന് ശരിക്കും അഡ്വഞ്ചർ ആയിരുന്നു കേട്ടോ. കാരണം ഒരുപാട് തിരകൾ. മാൾട്ടയിലെ കടൽ സാധാരണ നല്ല പതുങ്ങിയാണ് കിടക്കാറ്, വലിയ തിരകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇന്ന് ഭയങ്കര തിരയും അതുപോലെ കാറ്റും നല്ല വെയിലുമായിരുന്നു. സോ പെർഫെക്റ്റ് ടൈം ഫോർ എ അഡ്വഞ്ചറസ് ജേണി എന്ന് പറയാം. അത്രയും മനോഹരമായിരുന്നു ഈ യാത്ര. നമ്മൾ വഴി പോകുന്ന കടലിൽ കൂടെയാണ് യാത്രയെങ്കിൽ പോലും കടലിൻ്റെ കര എങ്ങനെയാണ് എനിക്ക് തോന്നുന്നു മാൾട്ടയുടെ ഒരു ഭാഗം ഇങ്ങനെ തന്നെയാണ്. കുറേ ഏരിയകൾ കണ്ടോ, അവിടെ നിന്നൊക്കെ ഓരോരോ കേവിൽ നിന്നൊക്കെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്തേക്കാണ് കയറാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ മേൽഭാഗവും ഭിത്തികളൊക്കെ നിങ്ങൾ കണ്ടോ, എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞ് വീഴുമെന്ന് നമുക്ക് തോന്നുന്ന തരത്തില്ല, അല്ലെങ്കിൽ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള ഭിത്തികളാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ പുള്ളി കൊണ്ടേ ബോട്ട് നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞു ഈ വെള്ളം താഴുമ്പോൾ ഈ സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചുവന്നല്ല ഓറഞ്ച് നിറത്തിലുള്ള ആൽഗകൾ കണ്ടോ എന്ന് വെച്ചതാ. ഇപ്പോൾ കാണാം, കണ്ടോ? അത് ഒരു തരം ശംഖ് പോലത്തെ ഒരു സാധനമാണ്. മാത്രമല്ല ഈ ഭിത്തികളൊക്കെ കണ്ടോ, മേൽഭാഗത്തുള്ള ഭിത്തികളൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ഇടിഞ്ഞ് വീഴാവുന്ന തരത്തിലാണ്. പക്ഷേ ഇതൊക്കെ ഒരു പ്രത്യേക തരം മാർബിളാണ്, അതുകൊണ്ട് ഒരു കാരണവശാലും വീഴില്ല എന്നാണ് പറയുന്നത്. പവിഴപ്പുറ്റുകൾ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് താഴെ കാണാം. ഏകദേശം 5 മീറ്റർ മാത്രമേ ഇവിടെ കടലിന് ആഴമുള്ളൂ. അടിഭാഗത്ത് മണൽ പോലെ തന്നെയാണ്. നമ്മളിങ്ങനെ ഓരോരോ ഗുഹകൾ വഴി കയറി ഇറങ്ങിയാണ് പോകുന്നത്. ചിലപ്പോൾ കടലിൽ ടച്ച് ചെയ്യും, ചിലപ്പോൾ ഒരു ഗുഹയിൽ നിന്ന് അടുത്ത ഗുഹയിലോട്ട് പോകും, എൻട്രി ഉണ്ടാവും. ചിലപ്പോൾ ചില ഗുഹകൾക്കകത്ത് കയറി അവിടെ ഇട്ട് ബോട്ട് തിരിച്ചിട്ട് വരും. അങ്ങനെ ഒരു 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 ഭയങ്കര അഡ്വഞ്ചറസ്, അതുപോലെ തന്നെ നല്ല രസമുള്ളൊരു യാത്ര. പിന്നെ ഇവിടെ ഓരോ സ്ഥലങ്ങൾ വരുമ്പോഴും ഇതിൻ്റെ കടലിൻ്റെ കളർ വ്യത്യാസമുണ്ട്. കണ്ടോ, ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കളറല്ല വലത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് അടിപൊളി. ഇവിടെ തന്നെ 2 കളർ നിങ്ങൾക്ക് കാണാം. എന്ത് രസമല്ലേ ശരിക്കും. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഒരു 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 അടിപൊളിയെന്ന് തോന്നും. കാരണം ഞാൻ 10 യൂറോ ആണ് കേട്ടോ നമുക്ക് ഈ ബോട്ടിന് പോകുന്നതിന് ചിലവ് വന്നത്. പക്ഷേ ഈ 10 യൂറോ മുടക്കിയിട്ട് എനിക്ക് ആദ്യം 10 യൂറോ മുടക്കിയില്ല, 10 യൂറോ എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത് വരും എന്ന് പറഞ്ഞ് ഞാൻ കയറിയതാണ്. പക്ഷേ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ എനിക്ക് ആ യാത്രയിൽ 10 യൂറോ പോകുന്നതിന് യാതൊരു നഷ്ടവും തോന്നില്ല. കാരണം ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ആ വേവ്സിൽ കൂടി ഇതിങ്ങനെ പോകുമ്പോഴല്ലോ, ഉള്ളിൽ നിന്ന് നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ വലിയ എണ്ണത്തുണി പോലത്തെ ഒരു വലിയ സാധനമില്ലേ, നമ്മൾ വലിയ കപ്പൽ കയറി മുകളിൽ താഴോട്ട് പോകുന്നത്, ആ ഒരു ഫീലിംഗ് ആണ് ഈ ഈ ഒരു ബോട്ട് യാത്ര എനിക്ക് കിട്ടിയത്. ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് ആൾക്കാരിങ്ങനെ ക്ലിഫൊക്കെ കയറിയിട്ട് കയറി പോകുന്നൊക്കെ ഒരു കാഴ്ചയൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ട് തോന്നി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാർ ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്നതും മീൻ വലിച്ചു പൊക്കുന്നതും അങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ കണ്ടു. ഇത് കണ്ടു. ഇതിൻ്റെയൊക്കെ ഹൈറ്റ് കണ്ടു. അതായത് മാൾട്ടയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്, ഇത്രയും വലിയ ക്ലിഫ് ഏരിയകളായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോയതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ ഒരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒരു അനുഭവം അനുഭവിക്കാൻ ഉള്ളൊരു സ്ഥലം എന്ന് എനിക്ക് തോന്നി. നമ്മൾ എത്രത്തോളം ഈ ഗുഹ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ വരെ നമ്മൾ പോകും. ഒറ്റയ്ക്ക് അങ്ങ് കയറി പോകും. ലാസ്റ്റ് നമുക്ക് തന്നെ പേടിയാവും. ഫുൾ ഇരുട്ടാണ്, ഉള്ളിലൊന്നുമില്ല. അവിടെ പോയിട്ട് ബോട്ട് ഓഫാക്കിയിട്ട് അയാൾ മിണ്ടാതെ അങ്ങ് ഇരിക്കും. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ കണ്ടോ ഇങ്ങനൊരു വെട്ടം കാണാം. അത്രേ ഉള്ളൂ പുറത്തേക്കുള്ളൊരു വഴി എന്നുള്ള രീതിയിൽ. വേറെ നമുക്ക് ഉള്ളിലൊന്നും കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. പിന്നെ ഈ ബോട്ടിങ്ങിൻ്റെ ചാഞ്ചാട്ടമുണ്ട്. ഒരു 10-20 സെക്കൻഡ് അവിടെയൊക്കെ നിർത്തും. പിന്നെ പുള്ളി ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങ് പോകും. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളടുത്ത് കൃത്യമായിട്ട് ഓരോരോ കേവ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരും കേട്ടോ. ഇതിൻ്റെ പുറത്തേക്ക് വരുമ്പോഴുള്ള വ്യൂ കണ്ടോ, വാവ്, അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. ഇത്രയും ഹൈറ്റിൽ ഇതുപോലത്തെ ഒരു മാൾട്ടയെ ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് പറയാം. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു, ഉള്ള കാര്യം പറയാമല്ലോ. ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. ഞാൻ മാത്രമേ ഒരു മലയാളി അല്ല ഇന്ത്യക്കാരനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയുള്ളവരൊക്കെ ഓരോരോ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. എല്ലാവരും വളരെയധികം ആസ്വദിച്ചാണ് ഈ യാത്ര ചെയ്തത്. എല്ലാവരും ഫോണിൽ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നമുക്ക് ബോട്ടിൽ എഴുന്നേറ്റ് നിന്ന് ഫോട്ടോ എടുക്കാൻ ഞാനൊക്കെ ശ്രമിച്ചു. പക്ഷേ നമുക്ക് ഈ വേവ്സ് ഉള്ളതുകൊണ്ട് ബോട്ട് ചെറിയൊരു ബോട്ടാണ്, ഒരു ചെറിയ ബോട്ടാണ്, അതിൽ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനൊന്നും പറ്റിയില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ, അധികം തള്ളുന്നില്ല. ഓക്കെ.